ഹലോ മക്കളെ. സോ 2025 നീറ്റ് പേപ്പറിലെ ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കി, എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഈസ് മൂവിങ് അറൌണ്ട് ദി ഒറിജിൻ വിത്ത് എ കോൺസ്റ്റന്റ് ഫോഴ്സ് പുള്ളിങ് ഇറ്റ് ടുവേർഡ്സ് ദി ഒറിജിൻ. അപ്പോ ഒറിജിൻ അബൌട്ട് ഒരു പാർട്ടിക്കിൾ, എം മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇഫ് ബോർ മോഡൽ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഇറ്റ്സ് മോഷൻ, അതിന്റെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ബോർ മോഡൽ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ nth ഓർബിറ്റിന്റെ റേഡിയസും nth ഓർബിറ്റിലെ ആ പാർട്ടിക്കിളിന്റെ സ്പീഡും എന്നിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നു? ഓക്കെ, എന്നിന്റെ ഡിപ്പെൻഡൻസി ആറും വിയും എന്നിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? നമ്മുടെ കോൺസ്റ്റന്റ് ഫോഴ്സ് എഫ് ആണ്. സോ എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു എഫ് എന്ന് എഴുതാം. അത് നമുക്ക് വിക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. വിനെ അവിടെ നിർത്തി ഈ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും? എഫ് ആർ ബൈ എം വരും. സോ വി സ്ക്വയർ ആണ്. സോ വി ആവുമ്പോൾ എന്ത് വരും? ഒരു റൂട്ട് വരും അല്ലെ. ഇനി ബോർ മോഡൽ വെച്ചിട്ടല്ലേ മക്കളെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ബോർ മോഡൽ പ്രകാരം നമുക്കറിയാം ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ് അല്ലെ. h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ്. സോ L is equal to NH/2π എന്ന് എഴുതാം. L എന്ന് പറയുന്നത് MVR ആണ്. അതിന്ന് നമുക്ക് ഈ വിക്ക് എന്ത് ചെയ്യാം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ വിക്ക് പകരം ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഒരു എം ഉണ്ട്, ഇവിടെ ഒരു റൂട്ട് എം ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ റൂട്ട് എം ഇത് ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? ഒരു റൂട്ട് എം വരും. ഇവിടെ ഒരു റൂട്ട് ആർ ഉണ്ട്, ഇവിടെ ഒരു ആർ ഉണ്ട്. ദാറ്റ് ഈസ് r⁻1/2 + 1 എന്ത് വരും? r⁻3/2 വരും. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്രഷൻ എങ്ങനെ മാറി? ഇങ്ങനെ മാറി. ഓക്കെ, ദെൻ ഇതില് ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്. സോ ഇതിന്ന് നമുക്ക് എന്ത് പറയാം? r⁻3/2 എന്ന് പറയുന്നത് എന്നിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയാം. അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത് n⁻2/3 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി ആദ്യത്തെ ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം വി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ആറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. വി എന്ന് പറയുന്നത് r⁻1/2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആർ എന്ന് പറയുന്നത് n⁻2/3 പ്രൊപ്പോർഷണൽ ആണ്. സോ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഈ ടൂവും ക്യാൻസൽ ആവും. സോ വി എന്ന് പറയുന്നത് n⁻1/3 പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ n2/3 1/3. ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സോ അടുത്ത ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.